everyone, welcome back to Xylem, welcome back to the world of English and happy Children's Day people. നോക്കൂ, ഞാൻ ഗ്രാമറിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോഴൊക്കെ കുട്ടികളോട് പറയാറുള്ള ആദ്യത്തെ കാര്യങ്ങളിൽ ഒന്നാണ് ഈ പിറകിൽ കാണുന്നത്. ഡോണ്ട് പ്രാക്ടീസ് അൺടിൽ യു ഗെറ്റ് ഇറ്റ് റൈറ്റ്, പ്രാക്ടീസ് അൺടിൽ യു കാൺ ഗെറ്റ് ഇറ്റ് റോങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ചോദ്യം ചെയ്ത് അത് ശരിയായി കഴിഞ്ഞാൽ ഓക്കെ ഞാനിത് പഠിച്ചു എന്ന് പറഞ്ഞ് അവിടെ വെക്കരുത്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഇത് ഏത് ചോദ്യം വന്നാലും ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധം ഉണ്ടാകുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഗ്രാമറിൽ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രിൻസിപ്പിൾ, സിമ്പിൾ റൂൾ എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഗ്രാമർ ടോപ്പിക്കുകളിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും രസമുള്ള ഒരു ഗ്രാമർ ടോപ്പിക്കാണ് കോൺവെർസേഷൻ കംപ്ലീഷൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അത് കോംപ്ലിക്കേറ്റഡ് ആവാൻ, അത് രസമുള്ളതാവാൻ ഒന്നിലധികം കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരുപാട് ഗ്രാമർ ഐറ്റംസ് ഇതിൽ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ്, WH ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ഹാഡ് ബെറ്റർ, ഇഫ് ക്ലോസ്, വുഡ് യു മൈൻഡ്, ഇതൊക്കെ വരുന്ന ഒരു രസമുള്ള ടോപ്പിക്കാണ് കോൺവെർസേഷൻ കംപ്ലീഷൻ. നമ്മളതിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, ലൈവായി ഏത് രീതിയിലാണ് ഒരു ചോദ്യത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യനെ ടാക്കിൾ ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ക്രിസ്മസ് പരീക്ഷയൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ തോട്ട്സ് എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എവിടെയാണ്, നിങ്ങൾ എവിടെ വരെ പഠിച്ചെത്തി എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ആൻഡ് ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ആൻഡ് ഇത് 2021 ആനുവൽ എക്സാമിന്, 2021 SSLC എക്സാമിന് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു കോൺവെർസേഷൻ കംപ്ലീഷൻ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് സീ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ വേഗം ഒരു പേപ്പറിൽ എഴുതി വെച്ച് നോക്കി. റെഡി? എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇതെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്? ഇതാ ഫ്രണ്ടും മാർത്തയും തമ്മിലുള്ള, മാർത്തയും മാർത്തയുടെ സുഹൃത്തും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അത് ഏതൊക്കെ ഗ്രാമർ ഐറ്റമാണ് എന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. സിമ്പിളാണ് കാര്യം. നോക്കൂ, ഇവിടെ ഫ്രണ്ടാണ് സംസാരിച്ചു തുടങ്ങുന്നത്. യു ലുക്ക് റിയലി സാഡ് എന്നിട്ട് ഇങ്ങനൊരു സെൻറ്റൻസ് തന്നിട്ട് ഇവിടെ ഒരു കോമയും സ്പേസും ക്വസ്റ്റ്യൻ മാർക്ക് തന്നു. ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലായി അതെന്താണ്, അത് ക്വസ്റ്റ്യൻ ടാഗാണ്. ക്വസ്റ്റ്യൻ ടാഗിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? യെസ്, പിക്ക് ഔട്ട് ദ ഓക്സിലറി വെർബ് ഫ്രം ദ ഗിവൺ സെൻറ്റൻസ്. തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഓക്സിലറി വെർബ് എടുത്ത് എഴുതുക. യു ലുക്ക് റിയലി സാഡിൽ നേരിട്ട് ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടോ? ഇല്ലാന്നേ, ഉറപ്പായിട്ടും ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുന്നു. യു അല്ലേ സബ്ജക്റ്റ്, സബ്ജക്റ്റിന് തൊട്ടടുത്ത വേർബ്, അതിനെ നമുക്ക് മെയിൻ വേർബ് എന്ന് വിളിക്കാം. ആ മെയിൻ വേർബ് V1 ആണോ V2 ആണോ V1 സിംഗുലർ ആണോ എന്ന് തീരുമാനിക്കുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞേ. യെസ്, V1 ആണെങ്കിൽ അതിൽ ഹിഡൻ ആയിട്ടുള്ള ഓക്സിലറി വേർബ് ഏതാണ്? ഡു ആണ്. V2 ആണെങ്കിൽ അതിൽ ഹിഡൻ ആയിട്ടുള്ള ഓക്സിലറി വേർബ് ഡിഡ് ആണ്. V1 സിംഗുലർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൈറ്റ്സ്, സിങ്സ്, ഗോസ് പോലെയുള്ള എസ് ഫോം V1 സിംഗുലർ ആണെങ്കിൽ അതിലുള്ള ഓക്സിലറി വേർബ് ഏതാണ്? യെസ്, ഡസ് ആണ്. അപ്പം ഞാൻ ഇവിടെ ഏത് ഓക്സിലറി വേർബ് എടുത്ത് എഴുതേണ്ടത്? ഡു ആണ്. കാരണം ലുക്ക് എന്നാണുള്ളത്, ലുക്സ് എന്നല്ലുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വേർബ് ഡു ആണ്. ഓക്കെയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? യെസ്, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതായത് യു ലുക്ക് റിയലി സാഡ്, സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? യു ലുക്ക് റിയലി സാഡ് എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവ്, അങ്ങനെയല്ല. ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആവണമെങ്കിൽ ആ സെൻറ്റൻസിൽ ഇംഗ്ലീഷിലെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ് വേണം. ഫോർ എക്സാമ്പിൾ നോ, നോട്ട്, നത്തിങ്, നെവർ, നോബഡി പോലെയുള്ള നോ 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 എന്നർത്ഥമുള്ള വേർഡ്സ് ഉണ്ടല്ലോ. അല്ലാത്തയുണ്ട് കേട്ടോ. ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം, ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് വന്നാൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആവും. പിന്നെ രണ്ടെണ്ണം കൂടി ഉണ്ട്. ആരൊക്കെയാണ്? ലിറ്റിൽ, ഫ്യൂ, ഇതിൽ ഏതെങ്കിലും ഒരാൾ വന്നാലും സെൻറ്റൻസ് നെഗറ്റീവ് ആവും. പക്ഷേ ദൈവം സഹായിച്ച് ഇതിൽ നെഗറ്റീവായിട്ടുള്ള ഒരു വേർഡും ഇല്ല, നെഗറ്റീവ് വേർഡ്സ് ഇല്ല. അപ്പോൾ ഈ സെൻറ്റൻസ് പോസിറ്റീവാണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കുക? സിമ്പിൾ അല്ലേ? ഈ ഓക്സിലറി വേർബിൻ്റെ കൂടെ എന്ത് ചേർത്താൽ മതി? നോട്ടിൻ്റെ അബ്രിവേറ്റഡ് ഫോം, അതായത് N' എഴുതിയാൽ മതി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, യു ആണ് സബ്ജക്റ്റ്. സോ ഫൈനൽ ആൻസർ എന്താണ്? ഡോണ്ട് യു ആണ്. ഓക്കെ ആണോ? സോ ഇത് ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു സ്റ്റാർ ഇടണം. 4 ശരിയായിട്ടുണ്ടെങ്കിൽ 4 അല്ല 5 ശരിയായിട്ടുണ്ടെങ്കിൽ 5 അല്ല 6 ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 6 സ്റ്റാർ കമൻറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോകാം. യു ലുക്ക് റിയലി സാഡ്, ഡോണ്ട് യു? അപ്പം മാർത്ത പറയുന്നു, യാ
അതെ, ഞാൻ ഭയങ്കര സാഡാണ്. ഐ നെവർ തോട്ട് ഐ ഷുഡ് പേ ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ സ്കോളർഷിപ്പ് ജാക്കറ്റിന് പേ ചെയ്യണം, പൈസ കൊടുക്കണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട് എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ WH ക്വസ്റ്റ്യൻ ആണോ? WH ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ, ഇവിടെ ആൻസർ എന്തിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, യെസ്സിലോ നോയിലോ അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഈ ആൻസറിൽ എവിടെയും ഒരു ഇഫോ വെതറോ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിലും അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയനെ. അപ്പോൾ എന്ത് ചോദ്യം ചോദിച്ചാലായിരിക്കും ഈ ആൻസർ കിട്ടുക? ഐ വോണ്ട് ഗെറ്റ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ദിസ് ഇയർ. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, വാട്ട് ഹാപ്പൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മാറ്റർ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. സോ എന്ത് പറ്റി, എന്താണ് കാര്യം, എന്ത് ചോദിച്ചാലും എൻ്റെ ആൻസർ എന്താണ്? ഐ വോണ്ട് ഗെറ്റ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ദിസ് ഇയർ. ഈ വർഷം എനിക്ക് എന്ത് കിട്ടില്ല? സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടില്ല. അടുത്തത് സി ആണ്. ദേ ക്യാൻ ടേക്ക് സച്ച് ഡിസിഷൻസ് ആസ് ദേ പ്ലീസ്. അല്ലേ, ആസ് ദേ പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താ? ആസ് ദേ വിഷ്. അവർക്ക് തോന്നുന്നത് പോലെ അവർക്ക് അതുപോലെയുള്ള ഡിസിഷൻസ് എടുക്കാം. ഇത് കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക? എങ്ങനെയാണ് അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുക? അല്ലേ, ഹൗ, എങ്ങനെ, ഹൗ ക്യാൻ, ഓക്സിലറി വെർബ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നു. ഹൗ ക്യാൻ ദേ ടേക്ക് സച്ച് ഡിസിഷൻസ്. അവർക്ക് എങ്ങനെയാണ് അതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആൻസർ എന്താണ്? ദേ ക്യാൻ ടേക്ക് സച്ച് ഡിസിഷൻസ് ആസ് ദേ പ്ലീസ്. ലോജിക്കലി കറക്റ്റ് അല്ലേ? ആണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്, നോ ഐ കാൺട്ട് പേ ദ എമൗണ്ട് ദേ ഡിമാൻഡ്. ഇല്ല, എനിക്ക് അവർ ഡിമാൻഡ് ചെയ്ത പൈസ എന്ത് ചെയ്യാൻ പറ്റില്ല? പേ ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഇത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്? ഇതൊരു യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിൻ്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് നോയിലാണ്. അപ്പോൾ നമുക്കറിയാം ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് ആസ്മോ എന്നാണ്. എന്താണ്? ആസ്മോ എന്നാണ്. ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, മെയിൻ വെർബ്, ഒബ്ജക്റ്റ്. അപ്പോൾ എന്താ ഉത്തരം? ഐ കാൺട്ട് പേ ദ എമൗണ്ട് ദേ ഡിമാൻഡ്. എനിക്ക് അവർ ഡിമാൻഡ് ചെയ്ത പൈസ പേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചോദ്യം എന്താ? നിനക്ക് അവർ ഡിമാൻഡ് ചെയ്ത പൈസ പേ ചെയ്യാൻ പറ്റുമോ എന്നല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഓക്സിലറി വെർബ് വേണം. അപ്പം ഞാൻ ഇവിടെ ഓക്സിലറി വെർബ് ക്യാൻ എടുക്കുന്നു. കാൺട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ക്യാൻ മതി. ഓക്കെ, ക്യാൻ. സബ്ജക്റ്റ് ഐ കാൺ. അപ്പം നിനക്ക് പറ്റുമെന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് യു ആണ്. ക്യാൻ യു. മെയിൻ വെർബ് പേ. ക്യാൻ യു പേ. ബാക്കിയുള്ള എന്താ? ക്യാൻ യു പേ ദ എമൗണ്ട് ദേ ഡിമാൻഡ്. ക്യാൻ യു പേ ദ എമൗണ്ട് ദേ ഡിമാൻഡ്. അവർ ഡിമാൻഡ് ചെയ്ത പൈസ എനിക്ക് പേ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇല്ല, എനിക്ക് അവർ ഡിമാൻഡ് ചെയ്ത പൈസ പേ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു ഫ്രണ്ട്. ദെൻ യു ക്യാൻ അപ്രോച്ച് ഗ്രാൻഡ് ഫാദർ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആരെ അപ്രോച്ച് ചെയ്യാം? ഗ്രാൻഡ് ഫാദറിനെ അപ്രോച്ച് ചെയ്യാം. ഇഫ് യു ആസ്ക് ഹിം. നോക്കൂ, ഇത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിൽ എന്താ വന്നിട്ടുള്ളത്? V1 ആണ് വന്നിട്ടുള്ളത്. കാരണം ഇഫ് യു ആസ്ക് എന്ന് പറയുമ്പോൾ ആസ്ക് V1 അല്ലേ? സോ ഇഫ് ക്ലോസിൽ V1 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്? വിൽ പ്ലസ് V1 ആണ്. സോ ഇഫ് യു ആസ്ക് ഹിം അദ്ദേഹം പൈസ തരുന്നല്ലേ പറയണ്ടത്? വിൽ പ്ലസ് V1. ഹി വിൽ ഗിവ് ദി മണി. ഹി വിൽ ഗിവ് ദി മണി. ഹി വിൽ ഗിവ് ദ മണി എന്ന് ഫ്രണ്ട് പറയാണ്. അപ്പോൾ മാർത്ത പറയാണ്, ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല, അദ്ദേഹം പൈസ തരാൻ സാധ്യതയില്ല. ഫ്രണ്ട് അപ്പോൾ പറയാണ്, ദെൻ യു ഹാഡ് ബെറ്റർ. ശ്രദ്ധിച്ചോളെ, ഇവിടെ ഇത് ഹാഡ് ബെറ്റർ ആണ് കേട്ടോ. ഇവിടെ ഇത് എന്താണ്? ഹാഡ് ബെറ്റർ ആണ്. ഇവിടെ യു അപ്പോസ്ട്രോഫി ഡി എന്ന് പറഞ്ഞാൽ ഹാഡ് ബെറ്റർ എന്നാണ് വായിക്കേണ്ടത്. സോ ദെൻ യു ഹാഡ് ബെറ്റർ ഡാഷ്. അപ്പോൾ നമുക്ക് ഹാഡ് ബെറ്ററിൻ്റെ റൂൾ അറിയാം. എന്താ റൂള്? ഹാഡ് ബെറ്റർ കഴിഞ്ഞ് എന്ത് ഉപയോഗിച്ചോളാം? V1 ഉപയോഗിച്ചോളാം. എന്ത് ഉപയോഗിച്ചോളാം? V1 ഉപയോഗിച്ചോളാം. ഓക്കെ ആണ്. ടു ഉപയോഗിക്കാൻ പാടില്ല. ഹാഡ് ബെറ്റർ ട്രൂ എന്ന് എഴുതാൻ പാടില്ല. ഹാഡ് ബെറ്റർ പ്ലസ് V1. സോ യെസ് ഐ എം തിങ്കിങ് ഓഫ് കംപ്ലൈനിങ് ടു ദ ഹയർ അതോറിറ്റീസ്. അതെ, ഞാൻ ഹയർ അതോറിറ്റീസിനോട് തിങ്കിങ് എന്നാണ് മക്കളെ. ഹയർ അതോറിറ്റീസിനോട് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക? ദെൻ യു ഹാഡ് ബെറ്റർ കംപ്ലയിൻ ടു ദ ഹയർ അതോറിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല വേർഡിൽ V1 ഉപയോഗിച്ചാൽ മതിയല്ലോ. യു ഹാഡ് ബെറ്റർ ഫയൽ എ കംപ്ലയിൻറ്റ്. യു ഹാഡ് ബെറ്റർ ഫയൽ എ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ യു ഹാഡ് ബെറ്റർ കംപ്ലയിൻ ടു ദ ഹയർ അതോറിറ്റി. V1 ഉപയോഗിച്ചാൽ മതി. യു ഹാഡ് ബെറ്റർ കംപ്ലയിൻ ടു ദ ഹയർ അതോറിറ്റി എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. അല്ലെങ്കിൽ യു ഹാഡ് ബെറ്റർ ഫയൽ എ കംപ്ലയിൻ ടു ദ ഹയർ അതോറിറ്റി എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾക്കിതിൻ്റെ ബേസ് അറിയാമെങ്കിൽ, നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഈ 6 മാർക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇനിയും ഇതുപോലുള്ള സീരീസ് നമ്മൾ ചെയ്യും. ഉറപ്പായിട്ടും അതിന് എനിക്ക് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം.
എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക? ഒന്ന്, നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്കിനി എന്താണ് ഗ്രാമർ ടോപ്പിക്സിൽ വേണ്ടത്, അല്ലെങ്കിൽ ഏത് ഡിസ്കോഴ്സാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. സോ ഞാനത് കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അടുത്ത കോണ്ടന്റ് വീഡിയോസ് പ്ലാൻ ചെയ്യും. സോ അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചസ് സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവറിബഡി. താങ്ക് യു.